നമസ്കാരം. സ്റ്റാർബക്സ് എന്ന് കേട്ടിട്ടില്ലേ? സ്റ്റാർബക്സ് ശരിക്കും കോഫി വിൽക്കുന്ന ഒരു ബ്രാൻഡാണോ അതോ മറ്റെന്തെങ്കിലുമാണോ അതിൻ്റെ ബിസിനസ് മോഡൽ? സത്യത്തിൽ കോഫി വിൽക്കലല്ല സ്റ്റാർബക്സ് ചെയ്തത്. അതിന് കുറച്ച് ചരിത്രം നമ്മൾ അറിയണം. അതായത് പണ്ട് കാലങ്ങളിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും നമുക്ക് അമേരിക്കയെ ഒരു മാതൃകയാക്കി എടുക്കാനുള്ള കാരണം സ്റ്റാർബക്സ് അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ സത്യത്തിൽ അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് 2 സ്പേസുകളായിരുന്നു. ഒന്ന് വർക്ക് സ്പേസ്, ജോലി ചെയ്യുന്ന സ്പേസ്. രണ്ടാമത്തെ ഹോം സ്പേസ്, നമ്മുടെ വീട്ടിലെ സ്പേസ്. അതായത് ഒന്നുകിൽ ജോലി ചെയ്യുന്നു, ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, വീട്ടിൽ നിന്ന് ആളുകൾ വർക്ക് ചെയ്യാൻ വരുന്നു. ഈ 2 സ്പേസുകൾ മാത്രമാണ് ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് സ്റ്റാർബക്സിൻ്റെ ഒരു ഐഡിയ തോന്നുന്നത്, അവർക്കൊരു 3rd സ്പേസ് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തുകൂടാ എന്നുള്ളത്. ഈ 3rd സ്പേസിൻ്റെ ജനനം സത്യത്തിൽ വർക്ക് സ്പേസിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വർക്ക് സ്പേസ് ആയിട്ട്, കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള വർക്ക് സ്പേസ് ആയിട്ട്, കുറച്ചും കൂടെ ആംബിയൻസ് കൊടുക്കുന്ന ഒരു വർക്ക് സ്പേസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു. അതേസമയം ആ ഹോം സ്പേസിനെ കൂടെ അവർ ഉൾപ്പെടുത്തി. നമ്മൾക്ക് ഒരുമിച്ചൊരു ചിറ്റ് ചാറ്റ് ചെയ്യാനോ, ഒരു കോഫി കുടിക്കാനോ, ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാനോ ഒക്കെ ഉള്ള ഒരു സ്പേസ് ആക്കി മാറ്റി. അതായത് വർക്ക് സ്പേസിനെ തന്നെ മറ്റൊരു വർക്ക് സ്പേസ് ആയിട്ടും ഹോം സ്പേസിനെ മറ്റൊരു ഹോം സ്പേസ് ആയിട്ടും സ്റ്റാർബക്സ് മാറ്റിമറിച്ചു. അവിടെയാണ് 3rd സ്പേസിൻ്റെ ജനനം സംഭവിക്കുന്നത്. അതുവരെ ആളുകൾ പരമാവധി ആളുകളെ റെസ്റ്റോറൻറ്റിലേക്ക് കയറ്റി ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റാർബക്സ് എന്ത് ചെയ്തു? സ്റ്റാർബക്സ് പരമാവധി നേരം നിങ്ങൾ അവിടെ ഇരുന്നുകൊള്ളൂ എന്നുള്ളൊരു ബിസിനസ് മോഡലിലേക്ക് മാറി. നമ്മൾക്ക് നല്ല ആംബിയൻസ് തന്നു, നല്ല കോഫി തന്നു, നല്ല സ്നാക്സ് തന്നു, ഇരിക്കാനുള്ള സ്പേസ് മനോഹരമാക്കി തന്നു. നമ്മൾക്ക് അത്യധികം അവിടെ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ സ്റ്റാർബക്സ് ഒരിക്കലും കോഫി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് അല്ല ക്രിയേറ്റ് ചെയ്തത്. ദേ ക്രിയേറ്റഡ് എ 3rd സ്പേസ്. ഇതുവരെ ഇല്ലാതിരുന്ന്, ഇതുവരെ നമ്മൾക്ക് അറിയാതിരുന്ന ഒരു സാധനത്തിനെ അവർ ഇന്നോവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സത്യത്തിൽ ബിസിനസ്സുകൾ അങ്ങനെ ആയിരിക്കണം. ബിസിനസ്സുകൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് സെൻട്രിക് ആവുന്നതിന് പകരം, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി ആ പ്രൊഡക്റ്റിന് ഒരു യുണീക്ക്നെസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആ പ്രൊഡക്റ്റിന് ഒരു ആവശ്യകതയുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾക്ക് തോന്നണം. അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ബിസിനസ് എന്നുള്ളത്. ആ ഇന്നോവേഷൻ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അപ്പോഴാണ് വലിയൊരു മാർക്കറ്റിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഓഡിയൻസിനെ കിട്ടുന്നതും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊഡക്റ്റോ സർവീസോ ആണെന്ന് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും. ഡിസൈൻ സംതിങ് ഇന്നോവേറ്റീവ്, ഡിസൈൻ സംതിങ് ഡിഫറെൻറ്റ്, ഡിസൈൻ സംതിങ് യുണീക്ക് ദാറ്റ് മേക്സ് യു അപ്പാർട്ട് ഫ്രം ദി അതേഴ്സ് ഇൻ ദി മാർക്കറ്റ്. അപ്പോഴാണ് ശരിക്കും യു ഹാവ് എ ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽ. വലിയ ബ്രാൻഡുകളാകാൻ സത്യത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നോക്കിക്കാണേണ്ട ഫാക്ടർ എന്നുള്ളത് ഇന്നോവേഷനാണ്. ബി ഇന്നോവേറ്റീവ് ഇൻ യുവർ ബിസിനസ്. താങ്ക് യു.